നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ ഈശ്വരാധീനം കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എപ്പോഴും വീട്ടിൽ ദൈവാധീനം വേണമെന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ദൈവാധീനം കുറയുന്നൊരു സമയങ്ങളിൽ പലതരത്തിലുള്ള നിമിത്തങ്ങളായിട്ട് നമ്മൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്നതായിട്ടാണ് കാണുന്നത്. വീട്ടിലെ ദൈവാധീനം കുറയുന്ന ലക്ഷണങ്ങൾ എന്നിവയ്ക്ക് വളർത്തുന്ന മൃഗങ്ങൾ അകാരണമായിട്ട് മരണപ്പെടുക, അതുപോലെ ആവശ്യമില്ലാതെയും വെറുതെ കാര്യങ്ങൾക്ക് ഗൗരവം ഇല്ലാതെ വെറുതെ ഒരു കാര്യങ്ങളും ഇല്ലാതെ പല പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാവുക, നിസ്സാര കാര്യങ്ങൾ പോലും വലിയൊരു പ്രശ്നമായിട്ട് കലഹങ്ങളായിട്ട് ഭവിക്കുക. എത്ര തന്നെ ധനം ഭവനത്തിൽ കൊണ്ടുവന്നാലും ഒരാവശ്യത്തിനായിട്ടും ലഭിക്കുകയോ ആ ഒരു തുക വേറൊരാവശ്യത്തിനായിട്ട് തികയോ ചെയ്യാത്തൊരവസ്ഥ, ഒന്നിനും ഒരു ധനം ഇല്ലാത്തൊരവസ്ഥയായിട്ടാണ് തരണം ചെയ്യുക. അതുപോലെ തന്നെ തീ പൊള്ളലേൽക്കുക, അതിലുപരി ഗ്ലാസ്, കണ്ണാടി എന്നിവ തറയിൽ വീണ് ഉടയുക, അതുപോലെ നമ്മുടെ ഭവനത്തിലുള്ള നിലവിളക്ക് അങ്ങനെയുള്ള ഓടുപാത്രങ്ങൾ തത്സമയം നമ്മൾ അറിയാതെയോ നമ്മുടെ കയ്യിൽ നിന്ന് നിഷ്പ്രയാസം പെട്ടെന്ന് വീണ് ഉടയുക, താഴെ വീഴുക, ഇവയെല്ലാം അശുഭ ലക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. ദൈവാധീനം കുറയുന്ന സമയങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ കാണപ്പെടുന്ന അശുഭ ലക്ഷണങ്ങളാണ്. എത്ര നമ്മൾ അധ്വാനിക്കുകയാണെങ്കിലും എത്ര തന്നെ പണം സ്വരൂപിച്ച് ഭവനത്തിൽ കൊണ്ടുവരികയാണെങ്കിലും പക്ഷേ ഒരു നല്ലൊരു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്കോ ആ പണം ലഭിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുന്ന സമയമാണ്. എന്തിനേറെ പറയുന്നു, ഓരോ പ്രതീക്ഷകളോടുകൂടിയും ഓരോ ഉദ്ദേശത്തോടു കൂടിയും ഇരിക്കുന്ന സമയമാണെങ്കിലും എല്ലാറ്റിനും ഒരു തടസ്സമായിട്ടും എന്തിനെ ആവശ്യത്തിനാണെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന സമയങ്ങളിലും അതിലൊരു തടസ്സം കാണുകയും വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളായിട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തോടു കൂടി നിസ്സാര കാര്യങ്ങളാണെങ്കിലും അത് വലിയ പ്രശ്നമായിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു കലഹം പോലത്തുള്ള അന്തരീക്ഷങ്ങളൊക്കെയാണ് അശുഭ ലക്ഷണത്തിൽ പെടുന്നതായിട്ടുള്ളത്. അതുപോലെ നമ്മൾ വളർത്തുകയല്ലാതെ മറ്റുള്ള എവിടുന്നോ എങ്ങോനോ വന്ന ജീവജന്തുക്കൾ നമ്മുടെ ഭവനത്തിൽ വന്ന് നാശം വിതയ്ക്കുകയും അതുപോലെ അവ മരണപ്പെടുകയും നമ്മുടെ കൺമുൻപിൽ തന്നെ കാണുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഘട്ടങ്ങളും ഒരു അശുഭ ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഭവനത്തിൽ കാണുകയാണെങ്കിൽ നിഷ്പ്രയാസം അധികം വൈകാതെ തന്നെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ അതാത് പ്രകാരമുള്ള വഴിപാട് സമർപ്പിക്കുക, ഗൃഹനാഥന്മാരുടെ പേര് നക്ഷത്രം പറഞ്ഞുകൊണ്ട് വഴിപാട് സമർപ്പിക്കുക. എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്ന് മറികടക്കാനും ഈശ്വരാധീനം വർദ്ധിക്കാനും ശ്രേഷ്ഠമാകുന്നതാണ്. ഈ പ്രകാരമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്യാനും ശ്രേഷ്ഠമാണ്. അത്രയ്ക്ക് ദോഷസമയമായതിനാൽ ഭഗവാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്ന ഒരു നിമിത്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിലുപരി ഈ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാനായി പറയുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിഷ്പ്രയാസം എല്ലാ ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്ത് സന്തുഷ്ടമായിട്ടും സർവ്വ ഐശ്വര്യത്തോടു കൂടിയിട്ട് മറികടന്ന് ഇനിയുള്ള എല്ലാ ഈശ്വരാധീനങ്ങളും ഭവനത്തിൽ വന്ന് നിറയുന്നതുമാണ്, സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതുമാണ്. എല്ലാ ദോഷദുരിതങ്ങളെയും മറികടന്ന് ജോലി ലഭിക്കാനും ആഗ്രഹങ്ങളെല്ലാം സഫലമാകാനും ശ്രേഷ്ഠമാകുന്നതാണ്.